ഹായ് കൂട്ടുകാരെ, ഒരു പ്രാവശ്യം ഇത് ഉപയോഗിച്ചാൽ മറ്റുള്ള ഒന്നിൻ്റെയും പുറകിന് പോയി നിങ്ങൾ സമയം കളയില്ല. നിങ്ങളുടെ ചർമ്മത്തെ അലട്ടുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമാണ് ഈ പറയുന്ന കാര്യത്തിൽ നിന്ന്. നമുക്ക് നല്ലൊരു ക്ലീൻ പാത്രം വേണം തയ്യാറാക്കുന്നതിന്. എന്തായാലും നമുക്ക് വേണ്ട പൊടി എന്ന് പറയുന്നത് നമ്മുടെ അരിപ്പൊടിയാണ്. അരിപ്പൊടി നമ്മുടെ സ്കിൻ ബ്രൈറ്റ് ആക്കാനും ഗ്ലോ ആക്കാനും അരിപ്പൊടിയിൽ നിന്ന് സാധിക്കുന്നതാണ്. അരിപ്പൊടി നമുക്ക് ചേർത്ത് കൊടുക്കാം. അരിപ്പൊടി 1 ടേബിൾ സ്പൂണാണ് വേണ്ടത്. അതായത് നമ്മുടെ റൈസ് പൗഡറാണ് വേണ്ടത്. റൈസ് പൗഡർ നമ്മൾ പുട്ടിനെടുക്കുന്നത് വേണ്ട, ഒറോട്ടിക്കൊക്കെ എടുക്കുന്ന റൈസ് പൗഡറാണ് നമുക്ക് വേണ്ടത്. അത് 1 ടേബിൾ സ്പൂണാണ് വേണ്ടത്. അങ്ങനെ 1 ടേബിൾ സ്പൂൺ റൈസ് പൗഡർ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് നമ്മുടെ ഹണിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഹണിയിൽ ആൻറ്റി ഓക്സിഡൻറ്റിൻ്റെ ഒരു കലവറ തന്നെ ഉണ്ട്. നമ്മുടെ സ്കിന്നിന് നല്ല പോലെ മാറ്റം നൽകാൻ ഹണിയിൽ നിന്ന് സാധിക്കുന്നതാണ്. ഹണിയാണ്, അതായത് നമ്മുടെ തേനാണ് വേണ്ടത്. അത് വേണ്ടത് 1 ടേബിൾ സ്പൂണാണ് തേൻ വേണ്ടത്. തേൻ അങ്ങനെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്ന് മിക്സ് ആക്കാം. ഇനി ഇതിലേക്ക് നമ്മുടെ പാലാണ് ചേർത്ത് കൊടുക്കേണ്ടത്. പാല് നമ്മുടെ കാച്ചാത്ത പാല്, അതായത് റോ മിൽക്കാണ് നമുക്ക് വേണ്ടത്. പച്ചപ്പാല് ചേർത്തതിന് ശേഷം ഇനി ഇത് നല്ല പോലെ നമുക്കിത് മിക്സ് ആക്കണം. പച്ചപ്പാല് നമ്മുടെ സ്കിൻ നല്ല പോലെ തിളക്കം നൽകാനൊക്കെ സഹായിക്കുന്നതാണ്. ആട്ടിൻ പാലാണെങ്കിൽ നല്ലതാണ്. ആട്ടിൻ പാലല്ലെങ്കിൽ ശുദ്ധമായിട്ടുള്ള നമ്മുടെ പാക്കറ്റ് പാല് വേണമെങ്കിൽ എടുക്കാം, അതല്ലെങ്കിൽ പശുവിൻ പാല് വേണമെങ്കിലും എടുക്കാം. ആട്ടിൻ പാല് നമ്മുടെ സ്കിന്നിന് വളരെയധികം മാറ്റം നൽകാൻ സഹായിക്കുന്നതാണ് ആട്ടിൻ പാലിൽ നിന്ന്. അങ്ങനെ നല്ല പോലെ മിക്സ് ആക്കിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 മുറി ലെമൺ ജ്യൂസും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ പാക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ എൻ്റെ കൈകളിലേക്ക് ഇട്ടിട്ടുള്ള റിസൾട്ടും കൂടി ഞാൻ നിങ്ങളെ കാണിക്കാം. എൻ്റെ കൈകളുടെ നിറക്കുറവൊക്കെ നിങ്ങൾ കണ്ടോ? എന്തായാലും ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. ഇട്ട് കൊടുത്തതിന് ശേഷം നോർമൽ രീതിയിലൊരു മസാജ് കൊടുക്കണം. അതെന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ ആ ഒരു ഭാഗത്തെ ബ്ലഡ് സർക്കുലേഷൻ കറക്റ്റ് ആവുന്നതിന് വേണ്ടിയാണ് നോർമൽ രീതിയിലൊരു മസാജ് കൊടുക്കേണ്ടത്. അങ്ങനെ മസാജൊക്കെ കൊടുത്ത് ഒരു 10 മിനിറ്റിന് ശേഷം സ്കിന്നിനെ ഫ്രീ ആയിട്ട് വിട്ടതിന് ശേഷം തുടച്ചിട്ടുള്ള മാറ്റമാണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത്. ഉണങ്ങാൻ വേണ്ടി ഒരു 10 മിനിറ്റ് വെച്ചാൽ മതി കേട്ടോ. ഭയങ്കരമായി ഡ്രൈ ആവരുത്. അങ്ങനെ ഉണങ്ങിയതിന് ശേഷം തുടച്ചിട്ടുള്ള മാറ്റവും കൂടിയാണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത്. ലൈവ് ചേഞ്ചസ് നിങ്ങൾ കണ്ടോ? വെട്ടമടിച്ചൊന്നുമല്ല ഞാനിവിടെ കാണിക്കുന്നത്. തുടച്ചപ്പോൾ ഉള്ള മാറ്റമാണ് ഞാൻ നിങ്ങളെ കാണിച്ചത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. ചെയ്ത് നോക്കിയിട്ട് റിസൾട്ടും വന്ന് പറയാൻ നിങ്ങളെല്ലാവരും മറക്കല്ലേ കേട്ടോ. മാക്സിമം ഒരു വീഡിയോ ഷെയർ ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ കേട്ടോ.